നമസ്കാരം. പ്രവാസി മലയാളി പ്ലസിലേക്ക് പ്രിയ പ്രവാസികൾക്ക് സ്വാഗതം. അങ്ങനെ ബലി പെരുന്നാളിന്റെ ആഘോഷരാവൊക്കെ കഴിഞ്ഞ് ചിലർക്കൊക്കെ തന്നെ ഇപ്പോഴും അവധിയാണ്, ചിലരൊക്കെ തന്നെ ഡ്യൂട്ടിയിലേക്ക് പ്രവേശിച്ചൊക്കെ ഉണ്ട്. എന്തായാലും അതിന്റെയൊക്കെ തന്നെ ആഘോഷമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എല്ലാവരും അവരുടെ ബലി പെരുന്നാളൊക്കെ തന്നെ അവർക്ക് കഴിയുന്ന വിധത്തിൽ ആഘോഷിച്ചു എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും വാർത്തകളിലേക്ക് കടക്കാം. പക്ഷെ ആദ്യമേ തന്നെ പറയുന്നു, വലിയ സുഖകരമായ വാർത്തകളല്ല നമുക്കിപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സൗദി അറേബ്യയിലെ താമസ സ്ഥലത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയ പ്രവാസി മലയാളിയുടെ മൃതദേഹം നാട്ടിലെത്തിച്ചു. കഴിഞ്ഞ മാസം 17-നാണ് ഇടുക്കി ചക്കുപള്ളി 6-ാം മൈൽ സ്വദേശി പഴയ കുന്നുമേൽ പാലക്കൽ വീട്ടിൽ അമൽമോൻ ബിനോയ് 27 വയസ്സാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഹഫർബൽ ബാത്തയിലെ സ്വദേശിയുടെ വീട്ടിൽ ഹൗസ് ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന അമൽമോന്റെ മൃതദേഹം കാണപ്പെട്ടത് താമസ സ്ഥലത്തെ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിലായിരുന്നു. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ഫോറൻസിക് പരിശോധനയിലും അന്വേഷണത്തിലും ഇത് ആത്മഹത്യയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. നിയമപരമായ പ്രശ്നങ്ങൾ കാരണം മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാൻ വൈകിയതിനെ തുടർന്നാണ് ഹഫർബാത്തിലെ OICC പ്രസിഡന്റും ജീവകാരുണ്യ പ്രവർത്തകനുമായ വിപിൻ മറ്റത്ത് ഇന്ത്യൻ എംബസിയെ വിവരം അറിയിക്കുകയും തുടർന്ന് നിയമ നടപടികൾ പൂർത്തിയാക്കുകയും എല്ലാം ചെയ്തു. എംബാം ചെയ്യുന്നതിനും വിമാനയാത്രാ ചെലവുകൾക്കുമായി ഇന്ത്യൻ എംബസിയാണ് പണം വഹിച്ചത്. 2 വർഷം മുൻപ് ഹൗസ് ഡ്രൈവർ വിസയിൽ സൗദിയിലെത്തിയ അമൽമോൻ ആദ്യത്തെ അവധിക്ക് നാട്ടിൽ മടങ്ങാനിരിക്കുകയായിരുന്നുവെന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത്. ബിനോയ് ഗോപിനാഥിനും സജിനി ബിനോയിയുമാണ് മാതാപിതാക്കൾ. സഹോദരി ആതിര മോൾ ദമാം രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്നും കൊച്ചിയിലേക്കുള്ള എയർ ഇന്ത്യ വിമാനത്തിൽ എത്തിച്ച മൃതദേഹം ബന്ധുക്കൾ ഏറ്റുവാങ്ങി സംസ്കരിച്ചു. ആദ്യ അവധിയിൽ വീട്ടിലേക്ക് പോകാനിരുന്ന ഒരു യുവാവ് എന്തിനാണ് പെട്ടെന്ന് അവരെ ആരെയും കാണാതെ എന്നുള്ളൊരു സംശയമാണ് നിലനിൽക്കുന്നത്. സത്യത്തിൽ അതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ആരുടെയെങ്കിലും ഗൂഢാലോചന ഉണ്ടെങ്കിൽ അത് കണ്ടെത്തേണ്ട സാഹചര്യം കൂടിയാണ് നിലവിലുള്ളത്. അതുപോലെ തന്നെയാണ് കഴിഞ്ഞ ദിവസം ബലിപെരുന്നാൾ ആഘോഷത്തിനിടെ മലയാളി യുവ എഞ്ചിനീയർ ദുബായിൽ സ്കൂബ ഡൈവിംഗിനിടെ അപകടത്തിൽ മരിച്ചു. നമ്മൾ എല്ലാവരും തന്നെ ഞെട്ടലോടുകൂടിയാണ് കേട്ടത്. പ്രവാസ മലയാളി ലോകത്ത് മലയാളി സമൂഹത്തിന് വേദനയായ ആ ഒരു വാർത്ത മാറുകയുണ്ടായി. തൃശൂർ വടക്കാഞ്ചേരി വേലൂർ ഒലക്കേങ്കിൽ വീട്ടിൽ ഐസക് പോൾ എന്ന 29 വയസ്സുകാരനാണ് മരിച്ചത്. കൂടെ ഉണ്ടായിരുന്ന സഹോദരൻ ഐവിന് പരിക്കുകൾ ഏൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഭാര്യ രേഷ്മ പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടു. സ്കൂബ ഡൈവിംഗിനിടെ അപകടം നടക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആശുപത്രിയിൽ ചികിത്സയിലുള്ള ഐവിൻ അപകടനില തരണം ചെയ്തതായാണ് ബന്ധുക്കൾ പറയുന്നത്. കഴിഞ്ഞ 5 വർഷത്തിലേറെയായി UAE-യിലുള്ള ഐസക് ദുബായ് അലക് എഞ്ചിനീയറിംഗ് കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു. ഭാര്യ രേഷ്മയും എഞ്ചിനീയറാണ്. ബലിപെരുന്നാൾ അവധി ദിനമായ ഇന്നലെ, അതായത് വെള്ളിയാഴ്ചയാണ്, ബലിപെരുന്നാൾ അവധി ദിനമായ വെള്ളിയാഴ്ചയാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്. രാവിലെ ദുബായ് ജുമൈറ ബീച്ചിലെ സ്കൂബ ഡൈവിംഗിനിടെ ഇവർ അപകടത്തിൽപ്പെടുകയായിരുന്നു എന്നാണ് വിവരം. കടൽ, തടാകം പോലെയുള്ള ജലാശയങ്ങളിൽ ഉപരിതലത്തിൽ നിന്ന് താഴെ വെള്ളത്തിനടിയിൽ ഓക്സിജൻ ടാങ്ക് ഉപയോഗിച്ച് നടത്തുന്ന ആഡംബര സാഹസിക കായിക വിനോദമാണ് സ്കൂബ ഡൈവിംഗ് എന്ന് പറയുന്നത്. അതേസമയം അത്യന്തം ശ്രദ്ധയും പരിശീലനവും ആവശ്യമായ ഇനവുമാണ് ഇത്. എന്നാൽ മൂവർക്കും സ്കൂബ ഡൈവിംഗിന് മുൻപ് സ്വിമ്മിംഗ് പൂളിൽ പരിശീലനം ലഭിച്ചിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഡൈവിംഗിനിടെ ഇവർ അപകടത്തിൽപ്പെടുകയായിരുന്നു. ഓക്സിജൻ ലഭിക്കാതെ ഐസക്കിന് ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. ഇദ്ദേഹത്തെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പോൾ ഷീജ ദമ്പതികളുടെ മകനാണ്. ദുബായ് പോലീസ് മോർച്ചറിയിലുള്ള മൃതദേഹം പെരുന്നാൾ അവധി കഴിഞ്ഞ് തിങ്കളാഴ്ച ഈ ഒരു ദിവസം ഒരുപക്ഷെ നാട്ടിൽ കൊണ്ടുവരാനുള്ള സാധ്യതയാണ് ഉള്ളത്. അതിനുവേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും സ്കൂബ ഡൈവ് ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു പോകുന്നു. അതായത് നിരവധി ആളുകൾ ഇതിനൊക്കെ തന്നെ ഇറങ്ങിത്തിരിക്കുന്നവരുണ്ട്. അത് അവർ ശ്രദ്ധാലുവായി തന്നെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ജീവൻ പോലും അപകടത്തിലാകുന്ന ഒരു സാഹചര്യം ഉണ്ടെന്നുള്ളതാണ്. സ്കൂബ ഡൈവിംഗ് ചെയ്യുന്നയാൾ പുറകിൽ ഓക്സിജൻ ടാങ്ക് ധരിക്കുകയും റെഗുലേറ്റർ വഴി ശ്വാസം എടുക്കുകയും ചെയ്യണം. സ്പെഷ്യൽ വസ്ത്രങ്ങൾ, അതായത് പാദങ്ങൾക്കായും അതുപോലെ തന്നെ സ്പെഷ്യൽ വസ്ത്രങ്ങൾ, സ്വിമ്മിംഗ് സ്യൂട്ട്, അതുപോലെ തന്നെ ഫിൻസ്, കണ്ണും മൂക്കും സൂക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ സുരക്ഷിതമായി മറയ്ക്കാനായി മാസ്ക്, ആഴം കാണാൻ ഡെപ്ത് ഗേജ് തുടങ്ങിയ ഉപകരണങ്ങൾ ഉപയോഗിക്കാറാണ് പതിവ്. പക്ഷെ ഇവർ ഏതെങ്കിലും ഒന്ന് തന്നെ തകരാറിൽ വരികയാണെങ്കിൽ നമ്മുടെ ജീവൻ പോലും അപകടത്തിലാകാനുള്ള സാധ്യതയാണ് ഉള്ളത്. മസ്കറ്റ് ഗൂബ്രയിലെ 18-ാം നവംബർ സ്ട്രീറ്റിൽ പ്രവർത്തിക്കുന്ന കോയമ്പത്തൂർ ആയുർവേദിക് ആശുപത്രിയിലെ ഡോക്ടറാണ് മരിച്ചത്. തൃശൂർ കരുവന്നൂർ സ്വദേശിയാണ്. 14 വർഷത്തോളം കോയമ്പത്തൂർ ആയുർവേദിക് ആശുപത്രിയുടെ വിവിധ ബ്രാഞ്ചുകളിലായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചിരുന്നു. കരുവന്നൂർ തേലപ്പള്ളിയിലെ പരേതനായ കച്ചേരിപ്പടി വലിയകത്ത് ഇബ്രാഹിംകുട്ടി മാസ്റ്ററുടെയും ബി കുട്ടി ടീച്ചറുടെയും മകനാണ്. ഭാര്യ ഷക്കീല, മക്കൾ നജ്മൽ, നസീം, നിഷാൽ, നസീം എന്നിവരാണ്.
ഒപ്പം അതുപോലെ തന്നെ പ്രശസ്ത ഡോക്ടർ നാസർ മൂപ്പൻ അന്തരിച്ചു. ഇന്നലെ വൈകിട്ട് ദുബായിലായിരുന്നു അന്ത്യം. ആസ്റ്റർ DM ഹെൽത്ത് കെയറിന്റെ സ്ഥാപകൻ കൂടിയാണ് അദ്ദേഹം. അതുപോലെ തന്നെ ദി ആസ്ഥാൻ മൂപ്പന്റെ അനുജന്റെ മകനാണ് ഡോക്ടർ നാസർ മൂപ്പൻ എന്ന് പറയുന്നത്. ഖത്തറിലെ ആസ്റ്റർ ആശുപത്രിയിൽ മെഡിക്കൽ ഡയറക്ടറും ENT വിദഗ്ധനുമാണ് അദ്ദേഹം. കഴിഞ്ഞ 20 വർഷത്തിലേറെയായി ആസ്റ്റർ DM ഹെൽത്ത് കെയറിൽ സേവനം ചെയ്തു വരികയാണ്. ഭാര്യ ഫഹിദ, മക്കൾ നിദ, നിമ്മി, സെയിൻ എന്നിവരാണ്. അനുകമ്പയുള്ള ഡോക്ടറും ആത്മാർത്ഥതയുള്ള നേതാവും ആസ്റ്റർ കുടുംബത്തിലെ പ്രിയങ്കരനുമായ സഹപ്രവർത്തകനുമാണ് നാസർ മൂപ്പൻ എന്നാണ് ഡോക്ടർ ആസാദ് മൂപ്പൻ പറയുന്നത്. മനുഷ്യ സേവനത്തിനായി തന്റെ ജീവിതം അർപ്പിച്ച വ്യക്തിയായിരുന്നു ഡോക്ടർ നാസർ എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ന് മരണവാർത്ത തന്നെയാണ് വീണ്ടും വരുന്നത്. കരൾ രോഗം ഗുരുതരമായതിനെ തുടർന്ന് മലയാളി സൗദിയിൽ മരിച്ചു. തെക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയായ ജിസാനിലെ പ്രിൻസ് മുഹമ്മദ് ബിൻ നാസർ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന കൊല്ലം ഇളമാട് നെട്ടയം തെറ്റിക്കാട് നാസില മൻസിൽ നൌഷാദാണ് മരിച്ചത്. 2 ആഴ്ച മുമ്പ് ദർബ് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന നൌഷാദിനെ രോഗം മൂർച്ഛിച്ചതിനെ തുടർന്ന് 10 ദിവസം മുമ്പാണ് ജിസാൻ പ്രിൻസ് മുഹമ്മദ് ബിൻ നാസർ ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഞായറാഴ്ച രാവിലെ ആരോഗ്യനില വഷളാകുകയും മരിക്കുകയുമായിരുന്നു. 30 വർഷമായി ജിസാന് സമീപം ദർബിൽ ഡ്രൈവറായിരുന്നു. നൌഷാദിന്റെ മരണവിവരം അറിഞ്ഞ് ജിദ്ദയിൽ ജോലി ചെയ്യുന്ന സഹോദരൻ അബ്ദുൽ സത്താർ ജിസാനിൽ എത്തിയിട്ടുണ്ട്. ജിസാൻ പ്രിൻസ് മുഹമ്മദ് ബിൻ നാസർ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നാട്ടിലേക്ക് അയക്കുന്നതിനുള്ള നിയമ നടപടികൾ KMCC കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റും ഇന്ത്യൻ കോൺസുലേറ്റ് സാമൂഹിക ക്ഷേമ സമിതി അംഗവുമായ ഷംസു പൂക്കോട്ടൂറിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. സൈനല്ലാബ്ദിന്റെയും ഫാത്തിമ ബീബിയുടെയും മകനാണ്. ശൈലജയാണ് ഭാര്യ. മക്കൾ നാസില, നൌഫി, നസി, മാഹി. UAEയിൽ 3-ാം ദിവസവും പല സ്ഥലങ്ങളിലും മഴ ലഭിച്ചു. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും നേരിയതോ കനത്ത മഴയോ ലഭിച്ചിട്ടുണ്ട്. ബലിപെരുന്നാൾ അവധി ദിവസങ്ങൾ കനത്ത ചൂടിന് ആശ്വാസമാവുകയാണ് ഈ മഴ. ഫുജൈറയിലെ വാദി അൽ സിദ്റിലടക്കം കനത്ത മഴ പെയ്തതായി ദേശീയ കാലാവസ്ഥാ കേന്ദ്രം റിപ്പോർട്ട് ചെയ്യുന്നു. റാസൽ ഖൈമയിലെ മസാഫി, ഷാർജയിലെ കോർഫഖാൻ റോഡ്, വാദി ഷീസ് എന്നിവിടങ്ങളിൽ മഴ പെയ്തു. നദികൾ നിറഞ്ഞൊഴുകുകയും ചെയ്തിട്ടുണ്ട്. കനത്ത ചൂടിൽ ആശ്വാസമാവുകയാണ് ഈ മഴ. മഴ പെയ്തതിനെ തുടർന്നുണ്ടായ വെള്ളച്ചാട്ടത്തിന്റെയും വെള്ളച്ചാലിന്റെയും ഒക്കെ തന്നെ വീഡിയോ സ്റ്റോം സെന്റർ X പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചിട്ടുമുണ്ട്. ബഹ്റൈനിൽ വേനൽ ചൂട് ഉയരുന്നു എന്നൊരു വാർത്ത കൂടി വരുന്നു. അതായത് കാലാവസ്ഥാ വ്യതിയാനം, ഒരിടത്ത് മഴയെങ്കിൽ ഒരിടത്ത് ചൂടാണ് എന്നുള്ളതാണ്. രാജ്യത്ത് അടുത്ത ആഴ്ച മുഴുവൻ താപനില ഉയരുമെന്നാണ് അറിയിപ്പ്. കടുത്ത ചൂട് അനുഭവപ്പെടുമെന്ന് ഗതാഗത ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രാലയമാണ് അറിയിച്ചിട്ടുള്ളത്. ജൂൺ 8 മുതൽ 12 വരെ ചൂട് ഉയരും. പകൽ താപനില 41 ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് തുടങ്ങി ക്രമേണ ഉയരും. ആഴ്ചയുടെ മധ്യത്തിൽ ചൂട് 44 ഡിഗ്രി വരെ ഉയരും. രാത്രി കുറഞ്ഞ താപനില 21 ഡിഗ്രിക്കും 26 ഡിഗ്രിക്കും ഇടയിലായിരിക്കും. അതേസമയം UAEയിലെ പല സ്ഥലങ്ങളിലും ബലിപെരുന്നാൾ അവധി ദിവസങ്ങൾ മഴ ലഭിച്ചിട്ടുണ്ട്. രാജ്യത്ത് മഴ പെയ്തതോടുകൂടി കനത്ത ചൂടിന് ആശ്വാസമാവുകയാണ്. ഇന്ത്യക്കാർക്ക് സൗദി അറേബ്യയിലേക്ക് യാത്ര ചെയ്യാൻ നിയന്ത്രണങ്ങൾ ഇല്ല എന്ന സർക്കാർ വൃത്തങ്ങൾ. ഇന്ത്യക്കാർക്ക് സൗദി യാത്രാ വിലക്ക് ഏർപ്പെടുത്തിയെന്ന റിപ്പോർട്ട് അടിസ്ഥാനരഹിതമാണ്. ഹജ്ജ് സമയത്ത് ഹ്രസ്വകാല വിസയ്ക്ക് സാധാരണ നിയന്ത്രണം ഉള്ളതാണെന്നാണ് വിശദീകരണം. അതായത് കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഇന്ത്യയിൽ നിന്നുള്ള പ്രവാസികൾക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ യാത്രക്കാർക്ക് വിലക്ക് സൗദിയിലേക്ക് വിലക്ക് ഏർപ്പെടുത്തുന്നത് വലിയൊരു വാർത്തയായിരുന്നു. അതിനാണ് ഒരു വിശദീകരണം വരുന്നത്. അങ്ങനൊരു സംഭവമില്ല. ഹജ്ജുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ ഒരു പുതിയ അപ്ഡേറ്റിൽ സൗദിയിലേക്ക് 14 രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ബ്ലോക്ക് വർക്ക് വിസകൾ താൽക്കാലികമായി നിർത്തലാക്കിയെന്നും ഇതിൽ ഇന്ത്യയും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഇതിലാണ് അധികൃതർ വ്യക്തത വരുത്തിയിട്ടുള്ളത്. ബംഗ്ലാദേശ്, ഇന്ത്യ, ഈജിപ്ത്, ഇന്തോനേഷ്യ, നൈജീരിയ, ലൈബീരിയ, യമൻ, കെനിയ, തുർക്കി എന്നിവയടക്കമുള്ള രാജ്യങ്ങൾക്കാണ് വിലക്ക് ഏർപ്പെടുത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തിയിരുന്നത്. പക്ഷെ അത് ശരിയല്ല. അങ്ങനൊരു വിലക്കില്ല. ഹജ്ജ് സമയമായതുകൊണ്ട് താൽക്കാലികമായി ഉണ്ടാക്കിയ ഒരു നിയന്ത്രണം മാത്രമായിരുന്നു അത്. സ്വാഭാവിക നിയന്ത്രണം മാത്രം. കുവൈറ്റിലേക്കുള്ള ഗൾഫ് എയർ വിമാനം GF213ൽ ബോംബ് ഭീഷണി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായി സിവിൽ ഏവിയേഷൻ ഡയറക്ടറേറ്റ് ജനറൽ അറിയിച്ചു. കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ സുരക്ഷാ നടപടിക്രമങ്ങളും പ്രോട്ടോകോളുകളും അനുസരിച്ച് ആഭ്യന്തര മന്ത്രാലയവും ബന്ധപ്പെട്ട അതോറിറ്റികളുമായി പൂർണ്ണ ഏകോപനത്തോടുകൂടി റിപ്പോർട്ട് ഉടനടി കൈകാര്യം ചെയ്തു. വിമാനത്തിന്റെ സുരക്ഷിത ലാൻഡിംഗ് ഉറപ്പാക്കി മറ്റ് സുരക്ഷാ പദ്ധതികൾ നടപ്പിലാക്കുകയും എല്ലാ യാത്രക്കാരെയും പുറത്തിറക്കുകയും ചെയ്തു. ലോഞ്ചിങ്ങിലുള്ള എല്ലാ യാത്രക്കാരും സുരക്ഷിതരും ആരോഗ്യവാന്മാരാണെന്നും വിമാനത്തിൽ നിന്ന് യാതൊരു പ്രതികൂല ഫലങ്ങളും ഉണ്ടായിട്ടില്ലെന്നും സിവിൽ ഏവിയേഷൻ ഡയറക്ടറേറ്റ് ജനറലിന്റെ ഔദ്യോഗിക വക്താവ് അബ്ദുള്ള അൽ രാജ്ഹി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആഭ്യന്തര മന്ത്രാലയവും സിവിൽ ഏവിയേഷൻ ഡയറക്ടറേറ്റ് ജനറലും തമ്മിലുള്ള സഹകരണത്തോടെ
വിമാനത്താവളത്തിന്റെയും സുരക്ഷ ഉറപ്പാക്കാനും വിമാനം ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണികളിൽ നിന്ന് മുക്തമാണ് എന്ന് ഉറപ്പുവരുത്തുവാനും എല്ലാ യാത്രക്കാരും നിലവിലുള്ള സുരക്ഷാ നടപടികൾക്ക് വിധേയരാകുന്നുണ്ടെന്നും അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഷെഡ്യൂൾ ചെയ്ത മറ്റ് വിമാന സർവീസുകളെ ഇത് ബാധിച്ചിട്ടില്ല. തീർച്ചയായിട്ടും ഇത് ഇങ്ങനെ ഒരു ബോംബ് ഭീഷണി വരുന്ന സാഹചര്യത്തിൽ അത് ചിലപ്പോൾ അതായത് നമ്മളിപ്പോ നോക്കണം, എല്ലാം കൃത്യമായി തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു പക്ഷെ ഇന്നിപ്പോൾ പൊട്ടിയില്ല എന്നുള്ളൊരു ആശ്വാസമുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണയും അടുത്ത തവണ ഇത്തരം കോൾ വരുമ്പോൾ അതൊക്കെ വെറുതെയാണ്, ഒരു സുരക്ഷാ മുൻകരുതലും എടുക്കാതിരുന്നാൽ ഒരു പക്ഷെ അന്നായിരിക്കാം നമ്മൾ ഭയക്കുന്ന ആ ഒരു ദിവസം ഉണ്ടാവുക. പക്ഷെ അപ്പോഴും യാത്രക്കാരുടെ ഒരു ആ ബുദ്ധിമുട്ട്, യാത്രക്കാർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട്, അതാണ് നമുക്ക് ആലോചിക്കാൻ പോലും കഴിയാത്തത്. വളരെ പ്ലാൻ ചെയ്തൊക്കെ തന്നെ യാത്ര ചെയ്യാൻ വേണ്ടി വരുന്നവരായിരിക്കും. ചെന്ന് പെട്ടാൽ ഉടനെ തന്നെ ചെയ്തു തീർക്കാനുള്ള നിരവധി കാര്യങ്ങളുമായി പോകുന്നവരായിരിക്കാം. അവർക്കൊക്കെ ഇങ്ങനെ ഒരു പണി കിട്ടുമ്പോൾ അതൊരു എട്ടിന്റെ പണിയായി തന്നെ പലപ്പോഴും മാറിയിട്ടുമുണ്ട്. തീർച്ചയായിട്ടും നിരവധി വാർത്തകൾ ഇന്നും ഉണ്ടായിരുന്നു. നമ്മളെ ഏറെ വിഷമിപ്പിക്കുന്നത് പ്രവാസികളുടെ ഒക്കെ തന്നെ വിയോഗം തന്നെയാണ്. അതും 27ഉം 26ഉം ഒക്കെ വയസ്സിൽ പ്രായമുള്ള ആളുകളുടെ മരണം, ഒപ്പം അല്ലാതെയും ഉള്ള മരണങ്ങൾ സംഭവിക്കുന്നു. എന്തായാലും എല്ലാവർക്കും ഒരു ആദരാഞ്ജലി നേരുകയാണ്. അപ്പം അടുത്ത ദിവസം മറ്റു ചില വാർത്തകളുമായി കാണാം. അതുവരേക്കും നമസ്കാരം.